കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഫേസ്ബുക്കിൽ നിന്ന് യൂസേഴ്സിൻ്റെ ഡാറ്റ ചോരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും അതിൻ്റെ പുറകിലുള്ള കുറച്ച് സത്യാവസ്ഥയും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലുള്ള യൂസേഴ്സിൻ്റെ ഡാറ്റ അവരുടെ അറിവോടെ അല്ലാതെ ചോർന്നു പോകുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ളതാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇതിന് മാത്രം ഫേസ്ബുക്കിൽ നമ്മുടെ എന്ത് ഡാറ്റയാണ് പോവുക, അല്ലെങ്കിൽ എന്താണ് ഇത്രമാത്രം ചോരാനുള്ളത്, ചോർത്തിയെടുക്കാനുള്ളതെന്ന്. ശരിക്കും നമ്മളെല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ആണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നവരെ ഓൾമോസ്റ്റ് 24 ഹവേഴ്സും ഫേസ്ബുക്കിലുള്ള ആൾക്കാർ തന്നെയാണ് പലരും. സോ ഡാറ്റ ഒന്ന് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന അപ്ഡേറ്റ്സ് നോക്കുക, ടാഗിങ് നോക്കുക, എവിടെ പോകുന്നു, അത് നമ്മുടെ ഫോട്ടോസ്, ലൊക്കേഷൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുക തുടങ്ങിയതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. രാവിലെ മുതൽ നമ്മൾ ഡാറ്റ ഓണാക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് എവിടെയൊക്കെ പോകണു എന്നുള്ള കാര്യങ്ങൾ നമ്മളെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസേഴ്സിൻ്റെ ഡാറ്റ ചില സംഘടനകൾ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ ചോർത്തിയെടുക്കുകയും അത് ഇലക്ഷൻ സമയത്ത് ചില പാർട്ടികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് 2016 US ഇലക്ഷൻ നടന്ന സമയത്ത് ട്രംപിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കേംബ്രിഡ്ജ് അനാലിറ്റിക്ക എന്ന് പറയുന്ന സ്ഥാപനം ഫേസ്ബുക്കിൽ നിന്ന് 5 കോടിയോളം വരുന്ന അക്കൗണ്ട് യൂസേഴ്സിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്തു. അവരറിയാതെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ സ്വഭാവം, ചുറ്റുപാട്, അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് ട്രംപിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതി തയ്യാറാക്കി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചുവിട്ടത്. അതിനിടയ്ക്കാണ് നമ്മുടെ IT മിനിസ്റ്റർ രവിശങ്കർ പ്രസാദ് ഇങ്ങനെയൊരു പ്രസ്താവന പറഞ്ഞത്. ഇന്ത്യയിൽ ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിനെ യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഫേസ്ബുക്ക് നിയമ നടപടി നേരിടേണ്ടി വരും തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്താവന നമ്മുടെ IT മിനിസ്റ്റർ പ്രഖ്യാപിച്ചു. അതായത് UPAക്ക് വേണ്ടിയിട്ടും കേംബ്രിഡ്ജ് അനാലിറ്റിക്കയാണ് ഇപ്പോൾ പ്രചരണം നടത്തുന്നത് ഇത്ര. അപ്പോൾ ഈ ഒരു തന്ത്രം തന്നെ, ട്രംപിനെ വിജയിപ്പിച്ച അതേ തന്ത്രം തന്നെ ഇവിടെ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഊന്നൽ കൊടുത്തിക്കൊണ്ടാണ് നമ്മുടെ മന്ത്രി അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട് എന്നുള്ളതിലേക്കുള്ള ആ ഒരു ഉറപ്പിക്കലിലേക്കാണ് പോണത്. എല്ലാം ശരിയാണ് എന്ന് ശരി വെച്ചുകൊണ്ട് നമ്മുടെ മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കൂടി ഇടുകയും ചെയ്തു. ബ്രീച്ച് ഓഫ് ഫെയ്ത്ത് നടന്നിട്ടുണ്ട്, ഇനി നിങ്ങളുടെ വ്യക്തികളുടെ ഇൻഫർമേഷൻസ് പുറത്തു പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്നുള്ളൊരു ക്ഷമാപണം പോലെയുള്ള ഒരു പോസ്റ്റ് നമ്മുടെ സുക്കർബർഗ് ഇടുകയും ചെയ്തു. അതോടുകൂടി ഏകദേശം എല്ലാ കാര്യം തീരുമാനമായി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോസ്, തോട്ട്സ്, ലൊക്കേഷൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിലൂടെ, മുഖപുസ്തകത്തിലൂടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും നമ്മളറിയാതെ തന്നെ ചോർത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫേസ്ബുക്കിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്ക് മാത്രമാണ്, എങ്ങനെയാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മളെ ഡാറ്റ കൊണ്ടുപോകാൻ? പറഞ്ഞുതരാം. പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ടാഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടൈം ലൈനിലൊക്കെ വന്ന് കിടക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവാറില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്, നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ബെസ്റ്റ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെത്ത്, എന്ന് മരിക്കും, മരണത്തിൻ്റെ രീതി, കല്യാണത്തിൻ്റെ തീയതി, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ രീതി, മുഖം കണ്ടിട്ട് എത്ര പ്രായമുണ്ടെന്ന് പറയുക, അതുപോലെ കുട്ടികളായിരുന്നെങ്കിൽ പ്രായമായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന കുറേ വെബ്സൈറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഡാഡി കൂൾ, ഡാഡീസ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വെബ്സൈറ്റ്സ്. അത് പലതും നമ്മൾ കയറി നോക്കാറുണ്ട്. ചില സൈറ്റ്സൊക്കെ ഓപ്പൺ ആകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൻ്റെ അകത്തുനിന്ന് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് യൂസ് ചെയ്തോട്ടെ, ഈ ഡാറ്റ എടുത്തോട്ടെ, അതിനൊക്കെ നമ്മൾ യെസ് കൊടുക്കുകയും ചെയ്യും. ആക്ച്വലി ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് നമ്മുടെ ഫേസ്ബുക്ക് ഡാറ്റ, ഫേസ്ബുക്ക് ഇൻഫർമേഷൻ എടുത്തോളാനുള്ള ഒരു പെർമിഷൻ നമ്മളായിട്ട് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെയുള്ള ഫൺ ഗെയിംസ്, ഫൺ ആപ്സ് ഒക്കെ വരുന്ന സമയത്ത് അത് നിങ്ങളുടെ ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ.
നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള മുഴുവൻ കോൺടാക്ട്സിലേക്കും അത് കണക്റ്റ് ആവാണ്. ഇതിനിടയ്ക്ക് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ അയക്കാത്ത ചില ഗെയിം കളിക്കാനുള്ള റിക്വസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും പോയി. ഇതൊക്കെ നമ്മൾ അറിയാതെയാണ് സംഭവിക്കുന്നത്. സോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് നമ്മുടെ ഫേസ്ബുക്ക് യൂസ് ചെയ്യാനുള്ള നമ്മുടെ ഡാറ്റാസ് കാണാനും അത് ഉപയോഗിക്കാനുള്ള പെർമിഷൻസ് കൊടുക്കരുത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ അവർ സെയിൽ ചെയ്യുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ങിലേക്ക് വരാണ്. ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിനെ എങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് റിമൂവ് ചെയ്യാം, ഇത്തരത്തിലുള്ള ബാക്ക്ഡ്രോപ്പിൽ ഉണ്ടാകുന്ന ഹോൾസ് എങ്ങനെ നമുക്ക് അടച്ച് പഴുതടയ്ക്കാം എന്നുള്ളത് നോക്കാം. ഇതിൽ തന്നെ പല രീതിയിലും നമുക്ക് ഫേസ്ബുക്കിനെ സെക്യൂർ ആക്കാനുള്ള രീതികളുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പ്രാക്ടിക്കലി കാണിച്ചു തരാം. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലുള്ള നമ്മുടെ ഡാറ്റാസ്, ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് നമുക്ക് ഫേസ്ബുക്കിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിച്ച് ഡെസ്ക്ടോപ്പിൽ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ ആപ്പ് വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കയറിയിട്ട് അത് ചെയ്യാൻ സാധിക്കും. iOS ആപ്പിൾ ഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് iOSൽ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു രീതിയുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നിങ്ങളുടെ ആപ്പ് തുറന്നിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മതി. വെബ്സൈറ്റിൽ സെപ്പറേറ്റ് ചെയ്യണം, ഫോണിൽ സെപ്പറേറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. ഏതെങ്കിലും ഒന്നിൽ ചെയ്താൽ തന്നെ നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മുടെ ഡാറ്റ എടുക്കുന്നത്, നമ്മുടെ ഇൻഫർമേഷൻസ് ചോർത്തുന്നത് നമുക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോണത്, ആദ്യം നമ്മൾ ചെയ്യുന്നത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം. ഇവിടെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആപ്പ് സെറ്റിംഗിലേക്ക് എടുക്കാനുള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ ആപ്പ് സെറ്റിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാം 8 ബോൾ പൂൾ, അതുപോലെ ഡാഡീസ് ഗെയിം, തുടങ്ങിയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് അവിടെ ഓപ്പൺ ആയി കിടക്കുന്നത് കാണാം. ഇത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങളുടെ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, ഫേസ്ബുക്കിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അത്തരം ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ തന്നെ നമ്മുടെ ഡാറ്റാസിനായിട്ടുള്ള നമ്മുടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മളായിട്ട് തന്നെ അലോ ചെയ്തിരിക്കുകയാണ്. ഓരോ സമയത്ത് ഗെയിംസ് വരുമ്പോൾ ഫ്രണ്ട്സ് ടാഗ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബെസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നേരെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് കണ്ടറിയാം, ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് 34ഓളം ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആപ്സ്, വെബ്സൈറ്റ്സ് ആൻഡ് പ്ലഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. ഇവിടെ ഇപ്പോൾ അത് ഇനേബിൾ ആയി കിടക്കുകയാണ്. അത് ഇനേബിൾ ആയതുകൊണ്ടാണ് പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത്. സോ ഗൈസ്, ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാറ്റ്ഫോം ഇസ് ഓൺ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനൊക്കെയാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇവിടെ നമ്മൾ ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഡിസേബിൾ പ്ലാറ്റ്ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആപ്സ്, വെബ്സൈറ്റ്സ് ആൻഡ് പ്ലഗിൻസ് ഒക്കെ ഡിസേബിൾ ആയിട്ടുണ്ട്. ഇത്തരം ആപ്ലിക്കേഷൻസിനൊക്കെ ഇവിടെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മെല്ലെ ഓരോ കാര്യങ്ങളായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആപ്സ് അതേഴ്സ് യൂസ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റാസ് മാത്രമല്ല, നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരുടെ ഡാറ്റാസും ഇത്തരം ആപ്ലിക്കേഷൻസിന് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാൾ ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് പെർമിഷൻസ് കൊടുക്കുമ്പോൾ അവരുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ നമ്മളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെയും ആ ആപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത്തരത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് ഏതെങ്കിലും ആപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഏതൊക്കെ ഡാറ്റാസ് എടുക്കണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ മേലെ ഒരു കൺട്രോൾ നമുക്ക് തന്നെ വെക്കാൻ വേണ്ടി സാധിക്കും. അതെന്താണെന്നുള്ളത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ആപ്സ് അതേഴ്സ് യൂസ് എന്നുള്ള ഓപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി എഡിറ്റ് എന്നുള്ള ഭാഗം പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഫ്രണ്ട്സ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് കണക്ഷൻ ചോദിക്കുകയാണ്. നിങ്ങളെ പോലെ മനസ്സുള്ള സുഹൃത്ത്, ഒരേ ദിവസം ജനിച്ച സുഹൃത്ത്, ഒരേ സോഡിയാക് സൈനുള്ള സുഹൃത്ത്, ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരേ സ്ഥലത്തുള്ള സുഹൃത്ത്, ഇതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റാസ്
അവിടെ വരുന്നതാണ് കാണുക. ഇതിനകത്ത് നമ്മുടെ ബർത്ത് ഡേറ്റ്, ഫാമിലി റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ഇൻട്രസ്റ്റഡ് ഇൻ റിലീജിയൻ, വെബ്സൈറ്റ്, ഓൺലൈൻ ആണോ അല്ലയോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും, ഹോം ടൗണ്, നിങ്ങളുടെ ആപ്പ് ആക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇവിടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ശരിക്കും ഇതൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ ടിക്കാണെന്നുള്ളത് നോക്കാം. ഞാനിതെല്ലാം അൺചെക്ക് ചെയ്ത് ഇട്ടതാണ്. കാരണം ഇത് നോക്കിയപ്പം ഒന്ന് കണ്ടപ്പോൾ തന്നെ പേടിയായപ്പോൾ എല്ലാം അൺചെക്ക് ചെയ്തിട്ടു. സോ നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം ടിക്ക് ഉള്ളതൊക്കെ തന്നെ ഒഴിവാക്കുക. എന്നിട്ട് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എന്തിനാണ് നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് പുറമെയുള്ള ആളുകൾ അറിയുന്നത്. സോ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മറക്കാതെ ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് സേവ്ഡ് എന്ന് കാണാം. ഇനി നമ്മൾ ഇതേപോലെ തന്നെ സെക്യൂരിറ്റീനെ എൻഷുർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതായത് ഏതൊക്കെ ആപ്ലിക്കേഷൻസിനാണ്, അതായത് ഏതൊക്കെ അഡ്വർടൈസേഴ്സിനാണ് നമ്മളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുക, അഡ്വർടൈസ്മെന്റിന് സഹായകമാകുന്ന നമ്മുടെ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് പോണത്, അതിന് നമുക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാം. പിന്നെ അവിടെ നമുക്ക് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാം. ആഡ് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ അഡ്വർടൈസ്മെന്റ് സെറ്റിംഗ്സിലേക്കാണ് വന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം യുവർ ആഡ് പ്രിഫറൻസസ്, നിങ്ങളുടെ സ്വാധീനിക്കുന്ന അഡ്വർടൈസ്മെന്റ് പ്രിഫറൻസസ് എന്തൊക്കെയായിരിക്കും, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെ അഡ്വർടൈസേഴ്സിന് നിങ്ങളെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമാണ്, ആഡ് സെറ്റിംഗ്സ്. ആഡ് സെറ്റിംഗ്സിൽ ഇവിടെ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. ആഡ്സ് ബേസ്ഡ് ഓൺ യുവർ യൂസ് ഓഫ് വെബ്സൈറ്റ്സ് ആൻഡ് ആപ്സ്, അതുപോലെ ആഡ്സ് ഓൺ ആപ്സ് ആൻഡ് വെബ്സൈറ്റ്സ് ഓഫ് ദി ഫേസ്ബുക്ക് കമ്പനീസ്, ആഡ്സ് വിത്ത് സോഷ്യൽ ആക്ഷൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ ഓപ്ഷൻസ് ഒക്കെ തന്നെ യെസിലാണ് കിടക്കുന്നതെങ്കിൽ ചൂസ് സെറ്റിംഗ്സിൽ നോക്കിയിട്ട് അത് ഓഫ് ആക്കിയിട്ട് കൊടുക്കാം. നോ എന്നുള്ളതിൽ സെലക്ട് ചെയ്തിടാം. അതേപോലെ ആഡ്സ് വിത്ത് സോഷ്യൽ ആക്ഷൻസ് എന്നുള്ളത് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെത് വേറൊരു രീതിയിലായിരുന്നു, മൈ ഫ്രണ്ട്സ് ഓൺലി എന്നുള്ള ഓപ്ഷനായിരുന്നു. ഞാനത് നോ വൺ ആക്കി. എന്തിനാണ് നമ്മുടെ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് പ്രിഫറൻസസിന് പോകുന്നത്. സോ അത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇനി ഈ അഡ്വർടൈസ്മെന്റിന് എങ്ങനെയാണ് നമ്മുടെ ഇൻഫർമേഷൻ എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ തന്നെ ഹൗ ഫേസ്ബുക്ക് ആഡ് വർക്ക്സ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ലേൺ മോർ എന്നാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാം, ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാം. അപ്പോൾ മാക്സിമം പ്രൈവസി ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിടുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് നല്ലത്. ഇതിപ്പോൾ iOS-ൽ ചെയ്യാം, ആൻഡ്രോയിഡ് ഫോൺസിൽ ചെയ്യാം, ഇല്ല വെബ്സൈറ്റ് വഴി ചെയ്യാം. നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്പ് നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണെങ്കിലും ശരി, ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിംഗ്സിൽ ഈ ചേഞ്ചസ് വരുത്താം എന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രൈവസീനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇറ്റ്സ് എ സ്മോൾ അഡ്വൈസ്. ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് എത്രത്തോളം പ്രിയങ്കരമാണോ അതുതന്നെയാണ് ഹാക്കേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റാസ് നോക്കിക്കൊണ്ടിരിക്കുന്ന പല ആളുകളെയും ഇത്തരം ആപ്ലിക്കേഷൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി ഡാറ്റാസ് ചോർക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ സെറ്റിങ്സിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളതൊക്കെ നോക്കുക. അനാവശ്യമായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫേസ്ബുക്ക് പോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റ്സിൻ്റെയും പ്രൈവസി, സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഊന്നൽ കൊടുക്കുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കേട്ട് വിടുകയല്ലാണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കമൻസ് ഉണ്ട്, ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന മറ്റൊരു ടിപ്പുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.